BSc MLTക്ക് ശേഷം നോർമലി ആൾക്കാർ സെലക്ട് ചെയ്യുന്ന ഡെസിഗ്നേഷനാണ് ലാബ് ടെക്നോളജിസ്റ്റും ടീച്ചിങ് പ്രൊഫഷനും. ലാബ് ടെക്നോളജിസ്റ്റ് പോസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യാം. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ക്ലിനിക്കൽ പത്തോളജി അവൈലബിൾ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ബ്ലഡ് ബാങ്ക്, സൈറ്റോജനറ്റിക്സ്, ഫ്ലോ സൈറ്റോമെട്രി, ന്യൂബോൺ സ്ക്രീനിങ്, മോളിക്കുലാർ ബയോളജി, PCR പോലുള്ള ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു മടുപ്പ് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് ഒരു ജോബ് റോളിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ലാബ് ടെക്നോളജിസ്റ്റുകാർക്ക് ഉണ്ട്. ഓക്കെ, ഇതല്ലാണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ അനലിസ്റ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് മെഷീൻസിന്റെ റിപ്പയർമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആപ്ലിക്കേഷൻ അനലിസ്റ്റ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ അനലിസ്റ്റോ അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ട്രാവൽ ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് അതുപോലുള്ള ഒരു ജോബ് റോളിലേക്ക് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കേണ്ടത്. ഇനി നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മുടെ താല്പര്യമാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് നാട്ടിൽ സെറ്റിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിഫറൻറ്റ് ഗവൺമെന്റ് എക്സാംസ് ഉണ്ട്. ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസും അവൈലബിൾ ആണ്. ഇനി അഥവാ ഇനി പുറത്ത് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ GCC കൺട്രീസും ഉണ്ട്. അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസും അവൈലബിൾ ആണ്. അതായത് ഓസ്ട്രേലിയ, അയർലൻഡ്, കാനഡ പോലുള്ള യൂറോപ്യൻ കൺട്രീസിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലാബ് സയന്റിസ്റ്റ് പോസ്റ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരിക്കലും ഒരു ജോലിയും അല്ലെങ്കിൽ ഒരു ജോബും ഒന്നിനെക്കാട്ടി മികച്ചതോ അല്ലെങ്കിൽ മോശമോ അല്ല. നമ്മുടെ പാഷൻ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് ഏരിയ ഏതാണ്, നമ്മുടെ താല്പര്യമുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണ് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ജോബ് സെലക്ട് ചെയ്യാൻ.